ഹായ് ഫ്രണ്ട്സ്, വിഷു സ്പെഷ്യലായിട്ട് നമുക്കൊരു സിമ്പിൾ വാൾ ഡെക്കർ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ കേക്കൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നൊരു ബേസില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്കിത് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ആ ഒരു ബേസിന് ചുറ്റും ഒരു ബോർഡർ വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബ്ലൂ കളറും വൈറ്റ് കളറും കൂടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ സ്പഞ്ച് യൂസ് ചെയ്ത് ഡാബ് ചെയ്ത് കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇതിലെ ഹാർഡസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. അതായത് നമുക്കിതിനകത്തൊരു കൃഷ്ണനെ വരയ്ക്കണം. അപ്പോൾ എനിക്ക് അത്ര നന്നായിട്ടൊന്നും വരയ്ക്കാൻ അറിയത്തില്ല. എങ്കിൽ പോലും ഞാനിങ്ങനെ ട്രൈ ചെയ്യുക, എങ്ങനെയെങ്കിലും കുറച്ചൊന്ന് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒട്ടും വരയ്ക്കാൻ അറിയാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ട്രേസ് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നും. ഞാൻ എന്തായാലും കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ഫൈനലി അത് ഒരുവിധം കുഴപ്പമില്ലാതെ എനിക്ക് കിട്ടി വരച്ചിട്ട്. ഇനിയിപ്പോൾ നമുക്കിതിന് പെയിൻറ്റ് ചെയ്യണം. പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ബ്ലൂ കളറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അത് ഫുള്ളായിട്ട് നമ്മൾ ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഈ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ആദ്യം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് കോർണേഴ്സും സൈഡ്സും ഒന്നും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അതിൻ്റെ ടിപ്പ് അത്ര പോയിൻറ്റഡ് അല്ലായിരുന്നു. അപ്പം എൻ്റെ കയ്യിൽ വേറെ ബ്രഷും ഇല്ലായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യിലൊരു പഴയ ഐലൈനർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ടിപ്പ് എന്ന് പറയുന്നത് നല്ല പോയിൻറ്റഡ് ആണല്ലോ. അപ്പോൾ വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ അതെടുത്തിട്ടാണ് ബാക്കി പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത്. എങ്കിലും ഫൈനലി കുഴപ്പമില്ലാതെ വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഡെക്കറേഷൻ പരിപാടികളൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് മഞ്ചാടിക്കുരുവും വേണം. ഗോൾഡൻ ബീഡ്സ് ഉണ്ടെങ്കിൽ അതും എടുക്കാം കേട്ടോ. ഞാനത് രണ്ടുമാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ അത് രണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ വെച്ചൊക്കെ നോക്കുവാണ് അങ്ങനെ ഭംഗി ഉണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. ആദ്യം തന്നെ ഞാൻ ഈ മഞ്ചാടിക്കുരു ഫുള്ളിങ്ങനെ ചുറ്റും ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ മഞ്ചാടിക്കുരു ഒട്ടിച്ചു കൊടുക്കുന്നത് ഫെവി ബോണ്ട് എന്ന് പറയുന്ന ഒരു ഗം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഫുൾ ഒട്ടിച്ചതിന് ശേഷം ഇനി നമുക്ക് ഇടയിലായിട്ട് മഞ്ചാടിക്കുരുവിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ഓരോ ഗോൾഡൻ ബീഡ്സ് കൂടെ ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കുറച്ചുകൂടെ വലുതുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. എൻ്റെ കയ്യിൽ ഇത്രയും ചെറുത് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അത് തന്നെ എന്തായാലും ഒട്ടിച്ചു കൊടുത്തു ഫുള്ളായിട്ട്. ഇപ്പോൾ ഉൾഭാഗത്ത് കുറച്ച് പ്ലെയിൻ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു ഫ്ലവർ പോലെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു മഞ്ചാടിക്കുരു നടുക്ക് വെച്ചിട്ട് ചുറ്റും ഇങ്ങനെ ഗോൾഡൻ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കാം റൗണ്ടിലെന്ന് വിചാരിച്ചു. പക്ഷേ ഫൈനൽ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് റൗണ്ട് മാറിയിട്ട് ഒരു ചെറിയ ഹാർട്ട് ഷേപ്പിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല. എനിക്കതും രസമായിട്ട് തോന്നി, അതുകൊണ്ട് അങ്ങനെ ചെയ്തത്. പിന്നെ നമുക്കിതാ ഇതുപോലെ ഒരു CD മാർക്കർ റെഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് ഞാനിങ്ങനെ ചെറിയൊരു ഫ്ലവർ ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സ് വരയ്ക്കാമെന്ന് വിചാരിച്ചു. ഇവിടെയാണ് ഗൈസ് ഒരു ട്വിസ്റ്റ് ഇപ്പം നടക്കാൻ പോകുന്നത്. അതായത് ഞാനിങ്ങനെ കാര്യമായിട്ട് ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ വരച്ച് വന്നപ്പോഴത്തേക്കും CD മാർക്കർ തെളിയുന്നില്ല. അപ്പം ഞാനൊന്ന് കുടഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതിൽ നിന്ന് കുറച്ച് മഷി ഇതാ ആ കാണുന്ന താഴെ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് സ്പ്രെഡായി. അപ്പോൾ ഞാനാകെ എന്ത് ചെയ്യണം എന്നറിയാതെ ഒന്ന് സ്റ്റക്കായി. കാരണം രാവിലെ തൊട്ട് ഇതിൻ്റെ പുറകെ ആയിരുന്നു. അപ്പോൾ ഇത് കുളമായല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ ഇരുന്നപ്പോഴത്തേനും ഞാൻ പിന്നെ ഓർത്തു എൻ്റെ കയ്യിൽ വൈറ്റ് പെയിൻ്റ് ഉണ്ടല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ആ ഒരു സ്പഞ്ച് യൂസ് ചെയ്തിട്ട് ഇതിങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്താൽ ഒന്ന് കവറായി പോകുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ അത്രയും ട്രൈ ചെയ്ത് നോക്കിയിട്ടും അതങ്ങോട്ട് സെറ്റായില്ല. പിന്നെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്കൊരു ഐഡിയ വന്നത്. നമ്മുടെ നെയിൽ പോളിഷ് റിമൂവർ ഉണ്ടല്ലോ, ആ ഒരു കോട്ടൺ അത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വൈപ്പ് ചെയ്തപ്പോഴത്തേനും അതിങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഞാനത് ഫുള്ളിങ്ങനെ തുടച്ച് കളയുക. അതിനിടയ്ക്ക് ഞാനൊരു ഫ്ലവർ വരച്ച് ഫ്ലോപ്പ് ആയതുകൊണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും ഇതുപോലെ തന്നെ റബ്ബ് ചെയ്ത് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു റെഡ് പെൻ യൂസ് ചെയ്തിട്ടാണ് ബാക്കി ഫ്ലവേഴ്സൊക്കെ വരച്ചത്. പിന്നെ ബ്ലൂ ഡോട്ട്സും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് അത്ര നന്നായിട്ട് കാണുന്നില്ല അതിനകത്ത്. എന്തായാലും കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഹാങ് ചെയ്തിടണമെങ്കിൽ അങ്ങനെ ഹാങ് ചെയ്തിടാം. ഞാൻ പക്ഷേ ഇവിടെ ഡബിൾ സൈഡ് ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ആ ഒരു രീതിയിൽ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഫോക്കസ് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു. താങ്ക് യു.